ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പുതിയൊരു ഗിംബിൾ വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഗിംബിൾ കിട്ടുന്ന സമയത്ത് എങ്ങനെ ബാലൻസ് ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് ഗിംബിൾ ഉപയോഗിച്ച് വീഡിയോസ് എടുക്കാം. ഗിംബിൾ ഉപയോഗിച്ച് വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായി അറിഞ്ഞിരിക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, വീഡിയോക്ക് താഴെ കാണും ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, വളരെ യൂസ്ഫുൾ ആവുന്നത്. പിന്നെ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫ്രണ്ട്സ്, മൂവിങ് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ശരിക്കും ഒരുക്കായിട്ട് ആവശ്യമായ എക്യുപ്മെന്റ് ആണ് ഗിംബിൾ. എന്നാൽ ഒരു സ്മാർട്ട് ഫോൺ ഗിംബിൾ, ക്യാമറ ഗിംബിൾ കിട്ടുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചെയ്ത ചില മിസ്റ്റേക്സ് ഉണ്ട്. ഗിംബിൾ ഭാവിയിൽ കംപ്ലൈന്റ് വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഈ ഒരു ടെക്നിക്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കിക്കുക. നമ്മൾ ഏതൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് നല്ല രീതിയിലുള്ള സിനിമാറ്റിക് ഷോട്ട്സ് നമ്മുടെ കയ്യിലുള്ള ഗിംബിൾ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. സ്മാർട്ട് ഫോൺ ഗിംബിൾ രണ്ട് രീതിയിലാണ് ഉള്ളത്, മാനുവൽ ബാലൻസിംഗ് ഗിംബിളും ഓട്ടോ ബാലൻസിംഗ് ഗിംബിൾ. എന്റെ കയ്യിലുള്ള മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുന്ന ഗിംബിളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാനുവൽ ബാലൻസിംഗ് ഗിംബിളാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഈ മാനുവൽ ബാലൻസിംഗ് ഗിംബിൾ എങ്ങനെ പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാമെന്ന് നോക്കാം. അടുത്തതായി ഒരു ഗിംബിൾ ഒരു കേസിൽ നിന്ന് എടുക്കാം. അതിനുശേഷം ഗിംബിളിന്റെ ഉള്ളിൽ ലഭിക്കുന്ന മിനി ട്രൈപോഡ് മൗണ്ട് നമുക്ക് ഒരു ഗിംബിളിലേക്ക് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഗിംബിളാണ് ഒരു മൗണ്ട് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ഫോൺ വെച്ച് നമുക്ക് ബാലൻസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രയാസമായിരിക്കും. ഇതാണ് കുറച്ചുകൂടി എളുപ്പം. നമുക്ക് ഈ ഒരു മൗണ്ട് നല്ലതുപോലെ നമുക്ക് ഇതിലേക്ക് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ ഒരു ഫോൺ ഈ ഒരു ഗിംബിളിലേക്ക് വെക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ ഒരു ഫോണിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഈ ഒരു മൗണ്ട് വരുന്ന ഇതിൽ ഇതേപോലെ ഒന്ന് പുഷ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് ഇതിലേക്ക് പ്ലേസ് ആവുകയും ചെയ്യും. അതിനുശേഷം ഗിംബിളിൻ്റെ ഇവിടെ ഒരു ആക്സിസ് ലോക്ക് ഉണ്ട്. അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അൺബാലൻസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഈ ആക്സിസ് ബാലൻസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്കൊരു സ്ക്രൂ കാണാൻ സാധിക്കും. സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കിയതിന് ശേഷം ഇത് അകത്തോട്ടൊന്ന് പുഷ് ചെയ്യുക. പുഷ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇതുപോലെ ബാലൻസ് ആവുകയും ചെയ്യും. ബാലൻസ് ആയിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. പിന്നെ ഇത് ലൂസ് ആവരുത്. ഓക്കെ, നമ്മൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ആക്സിസ് ബാലൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്യുന്ന സമയത്ത് ഏകദേശം കറക്റ്റായിട്ട് ഇതേപോലെ ബാലൻസ് ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഒരുപാട് പുഷ് ചെയ്യുന്ന ഗിംബിളാണ് നമ്മൾ ഓൺ ആക്കി ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് അൺബാലൻസ് ആവാനായിട്ട് സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ഏകദേശം ഒരു ഹാഫ്ലി വരുന്ന നല്ലപോലെ ബാലൻസ് ചെയ്തതിനു ശേഷം കറക്റ്റ് ഇതുപോലെ വരികയും ചെയ്യും. അടുത്തത് ഗിംബിൾ ഓൺ ചെയ്യലാണ്. ഇപ്പോൾ വരുന്ന ഗിംബിളാണ് ലോങ് പ്രസ് ചെയ്താണ് ഓൺ ആകുന്നത്. പിന്നെ ചില ഗിംബിളാണ് സിംഗിൾ പ്രസ്സും ലോങ് പ്രസ്സും കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഗിംബിൾ ഓൺ ആകും. ഞാൻ ഈ ലോങ് പ്രസ് ചെയ്ത ഗിംബിൾ ഓൺ ആക്കിയാണ്. ജസ്റ്റ് 3 സെക്കൻഡ് പ്രസ് ചെയ്യുന്ന സമയത്തിന് ഗിംബിൾ ഓൺ ആവുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ അടുത്ത നമ്മൾ ഏതൊരു ഗിംബിൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഗിംബിൾ ഓൺ ആക്കിയ ശേഷം കൈ വെച്ച് സ്മാർട്ട് ഫോൺ മുകളിലേക്ക് താഴെ സൈഡിലേക്ക് പുഷ് ചെയ്യണമെന്ന് തോന്നുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രശ്നം വെച്ചാൽ ഗിംബിളിന്റെ മോട്ടോർസ് കംപ്ലൈന്റ് വരേണ്ട സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഫ്രെയിം മാറ്റുന്നുണ്ട്. നമ്മൾ ഗിംബിളിലുള്ള ജോയ്സ്റ്റിക് കൺട്രോൾ വെച്ച് നമുക്ക് മൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഗിംബിളിന്റെ ബാക്ക് സൈഡ് ട്രിഗർ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഫ്രെയിമിങ് നമുക്ക് അപ്പ് സ്റ്റിൽറ്റ് ഒക്കെ നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതും ആണ്. അടുത്ത രണ്ടാമത് ഗിംബിളാണ് ഓൺ ആക്കിയ ശേഷം ഇടയ്ക്ക് വെച്ച് മൈക്ക് അതേപോലെയുള്ള ഹെഡ്ഫോൺസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് കേബിൾസ് വലിയുന്ന സമയത്ത് ഫോൺ മൂവ് ആവേ അങ്ങനെ ഗിംബിൾസ് ബാലൻസ് പോകും. ഗിംബിൾ മോട്ടോഴ്സും ചില പ്രശ്നങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യത അതും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അത്യാവശ്യമായിട്ട് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്ക് കണക്ട് ചെയ്യണം ണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ ഗിംബിൾ ഓഫ് ആക്കിയ ശേഷം കേബിൾസ് കണക്ട് ചെയ്യുക. അതിനുശേഷം കേബിൾസ് വലിയാത്ത രീതിയിൽ പൊക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റേബിൾ ഷോട്ട്സ് ഒക്കെ എടുക്കാം. മൂവിംഗ് ഷോട്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് പ്രയാസവുമായിരിക്കും. അടുത്ത് നമ്മൾ ഏതൊരു ഗിംബിൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഗിംബിളിന്റെ മോട്ടോർസ് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാകുന്നുണ്ടെങ്കിൽ ഗിംബിൾ ഉറപ്പായും ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ഗിംബിളിന്റെ മോട്ടോർസ് കംപ്ലൈന്റ് വരേണ്ട സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതാണ് ഗിംബിൾ നമ്മൾ ട്രാൻസിഷൻ ഷോട്ട് സ്ലൈഡിംഗ് ഷോട്ട്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത് ഫാസ്റ്റ് മൂവ്മെന്റ്സ് കൊടുക്കാതെ. ചില സമയങ്ങളിൽ നമ്മൾ ട്രാൻസിഷൻ ഷോട്ടൊക്കെ ഫാസ്റ്റ് മൂവ്മെന്റ്സ് കൊടുക്കുകയാണ് നല്ലതായിരിക്കും എന്നൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഗിംബിളിന്റെ മോട്ടോർസ് ഒരുപാട് ലോഡ് വരിക, അതിന് ഗിംബിളിന്റെ മോട്ടോർസ് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ട്രാൻസ് ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ സ്പീഡ് റാമ്പിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് സെറ്റ് ആക്കാൻ സാധിക്കുന്നതും ആണ്. അടുത്തത് ഗിംബിളാണ് ഹൈറ്റിൽ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ലോ ബഡ്ജറ്റ് മോണോപോഡൊക്കെ വാങ്ങിച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ലോ ബഡ്ജറ്റ് മോണോപോഡ്സ് ഒക്കെ വാങ്ങിച്ച് ഗിംബിളിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ഹൈ ആംഗിൾ ഷോട്ട്സ് ഒക്കെ എടുക്കുക. ഇപ്പോൾ മോണോപോഡ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു മോണോപോഡ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റൽ മോണോപോഡ്സ് വാങ്ങിക്കുന്നതാണ് കുറച്ച് കൂടുന്നത്. അതാകുമ്പോൾ കുറേ നാളെ ഇട് നിൽക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് നല്ല ഷോട്ട്സ് ഒക്കെ നമുക്ക് മോണോപോഡ്സ് നമുക്ക് എടുക്കാവുന്നതും ആണ്. പിന്നെ നമ്മൾ മാനുവലി ഫോണാണ് റെക്കോർഡ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ഫോക്കസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറുകെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ പ്രസ് ചെയ്യണം. ഹാർഡായിട്ടൊക്കെ പ്രസ് ചെയ്ത് ഗിംബിളിന്റെ മോട്ടോർ ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗിംബിൾ ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗിംബിൾ എന്ന ഫോൺ നമ്മൾ ചെറുക്കെ നമ്മൾ പുഷ് ചെയ്തെടുക്കുക. അല്ലാതെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഗിംബിളിന്റെ മോട്ടോർസ് നല്ല രീതിയിൽ കംപ്ലൈന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഗിംബിൾ ഓഫ് ആക്കിയ ശേഷം മാത്രമേ നമ്മൾ ഗിംബിൾ മൂവ് ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം. അടുത്തതായി നമ്മൾ അറിയേണ്ടത് ഗിംബിളിലെ മോഡ്സിനെ കുറിച്ചാണ്. ഗിംബിൾ പ്രധാനമായി 3 മോഡ്സ് ആണ് ഉള്ളത്: പാൻ ഫോളോ മോഡ്, ലോക്ക് മോഡ്, FPV മോഡ്.
പാൻ ഫോളോ മോഡ് എന്ന് വെച്ചാൽ ഈ മോഡ് സെറ്റ് ആക്കിയ ശേഷം നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്യുകയാണ് ആ ഒരു ആംഗിളിലേക്ക് മൂവ് ആവും. എന്നാൽ ടിൽറ്റ് ചെയ്യാൻ റോൾ ചെയ്യാനോ ശ്രമിച്ച ആംഗിൾ മൂവ് ആവുകയുമില്ല. ഈ ഒരു മോഡ്സ് വെച്ച് നമുക്ക് നല്ല ടേണിംഗ് ഷോട്ട്സും പിന്നെ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് നല്ല ഓർബിറ്റ് ഷോട്ട്സ് ഒക്കെ കറങ്ങി നമുക്ക് എടുത്ത് ആ ഷോട്ട്സ് നമുക്ക് എടുത്ത് സ്പീഡ് റാമിംഗ് ഷോട്ട്സ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് പാൻ ഫോളോ മോഡ്. അടുത്ത ലോക്ക് മോഡ് വെച്ചാൽ ഈ മോഡ് സെറ്റ് ആക്കിയ ശേഷം നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഏതൊരു ആംഗിളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ ആ സ്റ്റഡി ആ ഒരു ഫ്രെയിം തന്നെയായിരിക്കും. ഈ ഒരു മോഡ്സ് വെച്ച് മുമ്പോട്ട് നടന്ന റിവീലിംഗ് ഷോട്ട്സും സൈഡിൽ നിന്ന് റിവീൽ ഷോട്ട്സ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതും ആണ്. പിന്നെ നമുക്ക് നല്ല ക്രെയിൻ ഷോട്ട്സ് ഒക്കെ നമുക്ക് ഈ ലോക്ക് മോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതും ആണ്. അടുത്തതെന്ന് പറയുന്നത് FPV മോഡാണ്. എൻ്റെ ഗിമ്പിളാണെങ്കിൽ FPV മോഡ് ഇല്ല. ഇതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മോഡ് സെറ്റ് ആക്കിയ ശേഷം നമ്മുടെ ഗിമ്പിൾ ഏതൊരു ആംഗിളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഫോളോ ചെയ്ത് തന്നെ ഗിമ്പിൾ റൊട്ടേറ്റ് ചെയ്ത് മൂവ് ആവുകയും ചെയ്യും ആ ഒരു ക്യാമറ. അങ്ങനെ നമുക്ക് നല്ലൊരു റൊട്ടേഷൻ ഷോട്ട് ബീറോ ഷോട്ടൊക്കെ നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നതും ആണ്. പിന്നെ ഇത്രയും മോഡ്സും കാര്യങ്ങളൊക്കെയാണ് ബട്ടൺ കൺട്രോളിൽ വരുന്നത്. പിന്നെ നമുക്ക് ഗിമ്പിളിലെ ക്യാമറ ആപ്ലിക്കേഷൻ കസ്റ്റം കൺട്രോളിലൊക്കെ നമുക്ക് വോർട്ടെക്സ് മോഡ്, മോഷൻ ടൈം ലാപ്സ്, ഹൈപ്പർ ലാപ്സ് ഷോട്ട്സ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതും ആണ്. അടുത്തത് ഏതൊരു 3 ആക്സിസ് ഗിമ്പിളുടെയും പ്രശ്നം ഷോർട്സ് എടുക്കുമ്പോൾ അറിയാതെ റൊട്ടേഷൻ മൂവ് അല്ലെങ്കിൽ ടിൽറ്റ് മൂവ് ആവുകയാണെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്യും. ഇന്ന് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ചെറിയ നമ്മൾ അറിയാതെ മുകളിലേക്ക് താഴേക്ക് ആക്കുന്ന സമയത്ത് ചെറിയൊരു വിറയിൽ പോലെ വീഡിയോയിൽ വരികയും ചെയ്യും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഗിമ്പിൾ സ്റ്റേബിൾ ആയി പിടിച്ച് ഗ്രിഡ് ലൈൻസ് തന്നെ പിടിച്ച് ചെറിയ സ്മൂത്ത് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നടന്ന് മൂവ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് വിറയില്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ലഭിക്കുന്നതും ആണ്. അടുത്ത നമ്മുടെ ക്രിയേറ്റിവിറ്റി. വീഡിയോസ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചിന്തിക്കണം എങ്ങനെ ഒരു സബ്ജക്റ്റിന് ഒബ്ജക്റ്റ് റിവീൽ ചെയ്യാം, എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ നിന്ന് യൂണീക്ക് ആയിട്ടുള്ള ഷോസ് എടുക്കാം. അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള നല്ല ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരികയും ചെയ്യും ഓരോ ഷോട്ട്സ് എടുക്കുന്നതിന് മുമ്പായിട്ടും. അടുത്ത നമ്മൾ വീഡിയോസ് എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലം നല്ലതുപോലെ ഓരോ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിനെ നിരീക്ഷിക്കണം. അതിനുശേഷം നല്ലൊരു വ്യൂ പോയിന്റ് ആണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് വ്യത്യസ്തമായ ആംഗിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് സ്ലൈഡ്, അല്ലെ പുഷ് ഇൻ പുഷ് ഔട്ട് മൂവ്, അല്ലെ റൊട്ടേഷൻ ഷോട്ടൊക്കെ എടുത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് സ്മൂത്ത് ആവുന്നത് വരെ എടുക്കണം. അതിനുശേഷം വീഡിയോസ് എഡിറ്റ് ചെയ്ത സമയത്ത് ഓരോ ഷോട്ട്സും പ്ലേ ചെയ്ത് നോക്കുക. അതിൽ ബെറ്റർ ആയി തോന്നുന്ന ക്ലിപ്പുകൾ നമുക്ക് ഓരോ ഫ്രെയിം ആയിട്ട് ആഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് നല്ല സിനിമാറ്റിക് ഷോട്ട്സ് നമുക്ക് എടുക്കാവുന്നതുമാണ്. പിന്നെ നമ്മൾ പുതിയൊരു സ്മാർട്ട് ഫോൺ ഗിമ്പിൾ അല്ലെ ക്യാമറ ഗിമ്പിൾ വാങ്ങിക്കണമെന്നുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു ഗിമ്പിൾ ഉണ്ടെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള നല്ലൊരു സ്ഥലത്ത് പോയി എങ്ങനെ നമുക്ക് ഗിമ്പിളിലേക്ക് പെട്ടെന്ന് ഫോൺ അറ്റാച്ച് ചെയ്യാം, ക്യാമറ അറ്റാച്ച് ചെയ്യാം. കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ പല ആംഗിൾ ജസ്റ്റ് സാമ്പിൾ ആയിട്ട് എടുത്ത് പഠിക്കണം. അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള മൂവ്മെന്റ് സ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇതിന് മുമ്പ് തന്നെ കുറച്ച് ഗിമ്പിൾ മൂവ്മെന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതുമാണ്. വീഡിയോ കാർഡ് ഞാൻ മുകളിൽ ഞാൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം ആ വീഡിയോസ് പോയി കാണാം. ഗിമ്പിൾ മൂവ്മെന്റ്സ് ഒക്കെ നല്ല പ്രാക്ടീസ് ഒക്കെ വരുന്ന സമയത്ത് നല്ല കോൺഫിഡൻസ് സ്കിൽസ് ഒക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതും ആണ്. പിന്നെ ഇതുപോലെ തന്നെയാണ് ഹോഹിമിന്റെ ഡിജിറ്റെക്കിന്റെ ഗിമ്പിളൊക്കെ ബാലൻസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലത്തെ ഗിമ്പിളാണെങ്കിൽ ഇവിടെ സ്ക്രൂവിന് പകരം ക്വിക്ക് മൗണ്ട് ആണ്. നമുക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതും ആണ്. പിന്നെ DJയുടെ പുതിയ ഗിമ്പിളാണ് ഓട്ടോ ബാലൻസിങ് മാഗ്നറ്റിക് ലാമ്പ് ഒക്കെ വരുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ് ബാലൻസ് ചെയ്യാനായിട്ട്. ഗിമ്പിൾ എടുത്ത് ആ ഒരു മാഗ്നറ്റിക് ലാമ്പ് ഫോണിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ ആ ഒരു ക്ലാമ്പ് ഗിമ്പിളിലേക്ക് അറ്റാച്ച് ചെയ്ത് ഗിമ്പിൾ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഓട്ടോ ട്യൂൺ ആയി ബാലൻസ് ആവുകയും ചെയ്യും. പിന്നെ ക്യാമറ ഗിമ്പിളാണെങ്കിൽ പാൻ ആക്സസ്, ടിൽറ്റ് ആക്സസ്, റോൾ ആക്സസ് സെപ്പറേറ്റ് ആയിട്ട് അതിനെ ബാലൻസ് ചെയ്യണം. എൻ്റെ ക്യാമറ ഗിമ്പിൾ ഇല്ലാഞ്ഞതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വീഡിയോസ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. എന്തായാലും പുതിയ ക്യാമറ ഗിമ്പിൾ കിട്ടുന്ന സമയത്ത് അതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ബാലൻസ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഏതൊരു സ്മാർട്ട് ഫോൺ ഗിമ്പിൾ ആണെങ്കിൽ ഗിമ്പിളിലെ തന്നെ ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഗിമ്പിൾ സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നല്ല വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ ബഗ് വന്ന് ക്ലോസ് ആയി പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ഒരു ഗിമ്പിളിലെ ക്യാമറ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഗിമ്പിളിലെ ക്യാമറ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഗിമ്പിളിലാണ് ക്യാമറ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത് നമുക്ക് ഗിമ്പിളുള്ള ഓരോ മോഡ്സ് ഉണ്ട്. സൂം ചെയ്യാനും ബട്ടൺസ് വെച്ച് നമുക്ക് മോഡ് സ്വിച്ച് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനായിട്ട് റെക്കോർഡ് ചെയ്യാനും പോസ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് ഈ ബട്ടൺസ് വെച്ച് നമുക്ക് എല്ലാം നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് മാനുവലി നമ്മുടെ ക്യാമറയെ നമ്മൾ പ്രസ് ചെയ്ത് ചെറുകെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോസ് ചെയ്യാൻ ചെറിയ ഫോക്കസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്മാർട്ട് ഫോൺ ഗിമ്പിളിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഗിമ്പിളിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ മനസ്സിലായി കാണുമായിരിക്കും. പിന്നെ ഒരു വീഡിയോ നിങ്ങൾ ഇടയ്ക്ക് കണ്ട സമയത്ത് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്താൽ വന്നെങ്കിൽ ചില പോയിന്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്നുകൂടി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതും ആണ്. പിന്നെ ഈ വീഡിയോയിലാണ് ഞാൻ സ്മാർട്ട് ഫോൺ ഗിമ്പിൾ മൂവ്മെന്റ്സിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. അതിന് കാരണം സ്മാർട്ട് ഫോൺ ഗിമ്പിൾ മൂവ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗിമ്പിൾ മൂവ്മെന്റ്സ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് ഞാൻ കൊടുക്കും. ആ വീഡിയോസ് കൂടി കാണുന്ന സമയത്ത് ഗിമ്പിൾ മൂവ്മെന്റ്സിനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാവുന്നതും ആണ്. പിന്നെ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും മനസ്സിൽ വെച്ച് അടുത്ത ഗിമ്പിൾ വീഡിയോ പ്രോജക്റ്റിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഗിമ്പിൾ നമുക്ക് താഴേക്ക് വെക്കാം. ഓക്കെ. യെസ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ഗിംബിളിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വീഡിയോ നിങ്ങൾ ഉറപ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ലൈക്ക് എന്ന് പറയുന്നത് 20 ലൈക്കാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം മറക്കാതെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഇത് പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. സെപ്പറേറ്റ് വീഡിയോസ് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നതുമായിരിക്കും. പിന്നെ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വാട്സപ്പ് വഴിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഓരോ ഷെയർ നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണാൻ ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു ടെക്നോളജി വീഡിയോ, നല്ലൊരു സിനിമാറ്റിക് വീഡിയോ, യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.